ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ആണ്. അതുപോലെ തന്നെ ആയിരിക്കും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നൊരു പോയിൻ്റാണ്. അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വലിന് നമ്മൾ പറഞ്ഞു 2 ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കും 2 ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനുമാണ് വരുന്നത്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി HUF എന്ന് പറഞ്ഞാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നാണ് കേട്ടോ. HUF മേ ബി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. ഇപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെ നമ്മൾ പറയുന്നത് ഒന്നുകിൽ റെസിഡൻറ്റ് ആവാം, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആവാം, അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ആവാം. റെസിഡൻ്റ് ആവുന്നത് സെക്ഷൻ 6 ക്ലോസ് 2 അനുസരിച്ച് ബേസിക് കണ്ടീഷൻ, ദറ്റ് ഈസ് എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഓർ ഫേം ഓർ അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഈസ് സെഡ് ടു ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ any previous year if the control and management of its affairs is situated wholly or partly in India. അപ്പോൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആവട്ടെ, അതല്ലെങ്കിൽ ഒരു ഫേം ആവട്ടെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആവട്ടെ, റെസിഡൻ്റ് ആണ് എന്ന് പറയുന്നത് ഏത് സമയത്താണ്? കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ്, അത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ കൺട്രോളോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ ഹോളി ഓർ പാർട്ട്ലി, മുഴുവനായോ അല്ലെങ്കിൽ ഭാഗികമായോ, സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കണം. ദറ്റ് ഈസ് ദ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ. ദെൻ it means that Hindu undivided family, firm or other association of person is said to be resident if the control and management of Hindu undivided family affairs is situated wholly or partly in India. In other words, decision making power of such bodies should be situated in India. അപ്പോൾ എന്തായിരിക്കണം? ഹോളി ഓർ പാർട്ട്ലി ഡെസിഷൻ മേക്കിംഗ് പവർ. അപ്പോൾ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റോ അതല്ലെങ്കിൽ ഡെസിഷൻ മേക്കിംഗ് പവറോ, ഇതാണ് 2 കണ്ടീഷൻ കേട്ടോ. അപ്പോൾ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിംഗ് പവറോ ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആയിക്കഴിഞ്ഞാൽ ആ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെ നമുക്ക് എന്തെന്ന് പറയാം? റെസിഡൻറ്റ് എന്ന് പറയാം. ഓക്കെ, ദറ്റ് ഈസ് ദ ബേസിക് കണ്ടീഷൻ. Subsequent condition, a resident Hindu undivided family will be ordinarily resident if the manager or karta satisfy both the additional condition of ordinarily resident as individual. അതായത് ഒരു സാധാരണ ഇൻഡിവിജ്വലിന് എങ്ങനെയാണോ ഓർഡിനറിലി റെസിഡൻ്റ് ആവേണ്ടത് അതിന് ഫോളോ ചെയ്യേണ്ട 2 സബ്സിക്വൻറ്റ് കണ്ടീഷൻ ഉണ്ടല്ലോ, ആ 2 സബ്സിക്വൻറ്റ് കണ്ടീഷൻ കർത്ത ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ കർത്തയെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? ഓർഡിനറിലി റെസിഡൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി റെസിഡൻ്റ് ആവുന്നത് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആയിരുന്നാൽ മതി. അതല്ലെങ്കിൽ ഡെസിഷൻ മേക്കിംഗ് പവർ ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആയിരുന്നാലും എന്താണ്? നമുക്കതിനെ റെസിഡൻ്റ് എന്ന് പറയാം. ഓർഡിനറിലി റെസിഡൻ്റ് ആവണമെങ്കിൽ എങ്ങനെയാവണം? കർത്ത സാറ്റിസ്ഫൈ ദ സബ്സിക്വൻറ്റ് കണ്ടീഷൻ. അപ്പോൾ ബേസിക് കണ്ടീഷൻ 2 എണ്ണുള്ളതിൽ ഏതെങ്കിലും ഒന്ന് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഫോളോ ചെയ്യേണ്ടതും സബ്സിക്വൻറ്റ് കണ്ടീഷൻ 2 എണ്ണുള്ളതിൽ കർത്ത ഫോളോ ചെയ്യേണ്ടതാണ് ഈ 2 സബ്സിക്വൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. കർത്ത എന്ന് പറയുന്നത് ആരാണ്? ദ മെയിൽ മെമ്പർ ഓഫ് ദ ഫാമിലി, അതായത് മോസ്റ്റ് സീനിയർ മെമ്പർ ഓർ ദ മാനേജർ ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ ഇസ് നോൺ ആസ് കർത്ത. സോ കർത്ത സാറ്റിസ്ഫൈ സബ്സിക്വൻറ്റ് കണ്ടീഷൻ. സബ്സിക്വൻറ്റ് കണ്ടീഷൻ 2 എണ്ണം ഫോളോ ചെയ്യേണ്ടത് ആരാണ്? കർത്തയാണ്. കർത്ത സബ്സിക്വൻറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയാം. ഓക്കെ, കർത്ത ഈ 2 സബ്സിക്വൻറ്റ് കണ്ടീഷൻ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയാം. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് തന്നെ ഈ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ദറ്റ് ഈസ് നോൺ റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് ഫോളോ ചെയ്യേണ്ട ബേസിക് കണ്ടീഷൻ 2 എണ്ണം ഉണ്ട്. ആ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റെസിഡൻ്റായി. കർത്ത 2 സബ്സിക്വൻറ്റ് കണ്ടീഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റായി. അല്ല, കർത്ത 2 സബ്സിക്വൻറ്റ് കണ്ടീഷൻ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ എന്തെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ? ആ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് റെസിഡൻറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയണമെങ്കിൽ എന്ത് ഫോളോ ചെയ്യണം? കർത്ത
സബ്സിക്വൻറ്റ് കണ്ടീഷൻ ഫോളോ ചെയ്യണം. എന്താണ് സബ്സിക്വൻറ്റ് കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ പറഞ്ഞത് തന്നെയാണ്, റെസിഡൻറ്റ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി വിൽ ബി ഓർഡിനറിലി റെസിഡൻറ്റ് ഇഫ് ദ മാനേജർ ഓർ കർത്ത സാറ്റിസ്ഫൈ ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻ ഓഫ് ഓർഡിനറിലി റെസിഡൻറ്റ് ആസ് ഇൻഡിവിജ്വൽ. കർത്ത ഫോളോ ചെയ്യണം ബോത്ത് അഡീഷണൽ കണ്ടീഷൻ ആസ് ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണോ ഫോളോ ചെയ്യേണ്ട അഡീഷണൽ കണ്ടീഷൻ, അതുപോലെ തന്നെ കർത്ത ഫോളോ ചെയ്യണം. ദറ്റ് ഈസ് the manager or karta has been resident in India 2 out of 10 preceding previous year. 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം കർത്ത. അതേപോലെ തന്നെ 7 വർഷത്തിൽ 730 ദിവസവും. ദറ്റ് ഈസ് ദ മാനേജർ ഹാസ് ഡ്യൂറിങ് 7 previous year preceding that year has been in India for a period of or periods amounting to all 730 days or more. അപ്പോൾ എന്താണ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ അതേ 2 സബ്സിക്വൻറ്റ് കണ്ടീഷൻ തന്നെയാണ് ആര് ഫോളോ ചെയ്യേണ്ടത്, കർത്ത ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കർത്ത സബ്സിക്വൻറ്റ് കണ്ടീഷൻ 2 ഉള്ളതിൽ 2 ഫോളോ ചെയ്യലില്ല, 2 ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, പിന്നെ നമുക്ക് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബേസിക് കണ്ടീഷൻ 2 ആണ്, സബ്സിക്വൻറ്റ് കണ്ടീഷനും 2 ആണ്. പക്ഷേ ബേസിക് കണ്ടീഷൻ എന്താണെന്ന് മാത്രം നമ്മൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ കൺട്രോളോ ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിംഗ് പവർ ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ദറ്റ് ഈസ് ദ ബേസിക് 2 കണ്ടീഷൻ ദറ്റ് ഈസ് ഫോളോഡ് ബൈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ദെൻ സബ്സിക്വൻറ്റ് കണ്ടീഷൻ 2 ദറ്റ് ഈസ് ഫോളോഡ് ബൈ Karta. Karta means the most male member of the business organization and the business is controlled by that Karta. So Karta followed that subsequent condition. He is known as resident and ordinarily resident. Okay.